ഇനി നമ്മളിപ്പോൾ പ്രോട്ടോണിലും ന്യൂട്രോണിലും ഇലക്ട്രോണിലും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ 1897 തന്നെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയും ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. 1908 തന്നെ ജെ തോംസൺ തൻ്റെതായ ഒരു അറ്റോമിക് മോഡൽ ഡെവലപ്പ് ചെയ്തു. അതാണ് ജെ തോംസൺ അറ്റോമിക് മോഡൽ എന്നറിയപ്പെടുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അന്ന് അവർ ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരുന്നെങ്കിലും ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് എന്ന് അവർക്കറിയാം. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ സംഭവം ആറ്റത്തിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിന് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ നടത്തിയത് പിന്നീടാണ് എന്ന് മാത്രം. അങ്ങനെ ജെ തോംസൺ ആറ്റത്തിന്റെ ന്യൂട്രാലിറ്റി കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അന്ന് പ്രപ്പോസ് ചെയ്തത്. ഒരു പോസിറ്റീവ് സ്ഫിയർ, ആ പോസിറ്റീവ് സ്ഫിയറിൽ ഇലക്ട്രോണുകൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് യൂണിഫോം ആയിട്ടല്ല, ഇലക്ട്രോണുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് ജെ തോംസന്റെ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ജെ തോംസൺ പറഞ്ഞു വെക്കുന്ന രണ്ടാമത്തെ കാര്യം, ഈ ആറ്റത്തിലെ ഈ മാസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഇതിലൊരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ആ ഹോൾ സ്ഫിയറിലും ആറ്റത്തിന്റെ മാസ് എല്ലാവിടെയും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് ജെ തോംസന്റെ മോഡൽ. ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ വിളിക്കാറുണ്ട്, വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. വാട്ടർ മെലണിൽ വിത്തുകൾ ആ ഒരു വാട്ടർ മെലണിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് പോലെയാണ് ജെ തോംസൺ ആറ്റത്തിന്റെ മോഡലിനെ നമുക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത്. എന്നാൽ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്കപ്പുറം ആ സമയത്ത് റദർഫോർഡ് എന്നൊരു സയന്റിസ്റ്റ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നൊരു അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഒബ്സർവേഷൻസ് ജെ തോംസന്റെ അറ്റോമിക് മോഡലിനെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജെ തോംസന്റെ അറ്റോമിക് മോഡലിന് ആകെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ആറ്റം ന്യൂട്രൽ ആണ് എന്നുള്ളതാണ്. പക്ഷേ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ജെ തോംസൺ പറഞ്ഞത് പൂർണ്ണമായും തെറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രപ്പോസൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മോഡൽ. ഇവിടെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ആറ്റത്തിന്റെ സ്ട്രക്ചറിന് കിട്ടുകയാണ്. എന്തായിരുന്നു ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? റദർഫോർഡ് നടത്തിയ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അദ്ദേഹം ഒരു ബീം സോഴ്സ് എടുത്തു. എന്താണ് ആൽഫ ബീം എന്നുള്ളതിനെ പറ്റി, ആൽഫ പാർട്ടിക്കിൾസ് എന്നതിനെ പറ്റി ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. ആൽഫ പാർട്ടിക്കിൾ എന്നാൽ ഹീലിയം ന്യൂക്ലിയസിനെയാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ റദർഫോർഡ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് എന്ന കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ നിലവിൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് മാത്രം കണക്കാക്കുക. അത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് മാത്രമേ അന്ന് അറിയുകയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. അത് ഹീലിയത്തിൻ്റെതാണ് എന്നുള്ള ഒരു കാര്യം കൂടി അന്നറിയാം. ആ പാർട്ടിക്കിളിന്റെ ഒരു സോഴ്സ് എടുത്തു. ആ സോഴ്സ് എടുത്ത് ലെഡ് പ്ലേറ്റിലൂടെ കടത്തിവിട്ടു. ലെഡ് പ്ലേറ്റിൽ ചെറിയ ഒരു ഹോൾ ഉണ്ട്. എന്തിനായിരുന്നു ലെഡ് പ്ലേറ്റിലൂടെ കടത്തിവിട്ടത്? അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ അത് ഡിസ്പേഴ്സ് ചെയ്തു പോകുമായിരുന്നു, എല്ലാ ഓറിയന്റേഷനിലേക്കും ഡിസ്പേഴ്സ് ചെയ്തു പോകുമായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ലൈറ്റ് വരുന്നത് ഏതെങ്കിലും ഒരു ലൈനായിട്ടാണോ? അല്ല, അത് എല്ലാ സൈഡിലേക്കും 360 ഡിഗ്രിയിലേക്കും അത് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഈ എക്സ്പെരിമെന്റ് കൃത്യമായി നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ലെഡ് പ്ലേറ്റ് എടുത്ത് അതിൽ ചെറിയൊരു ഹോൾ ഇടുന്നു. ആ ഹോളിലൂടെ മാത്രമാണ് ലൈറ്റ് പുറത്തു വരുന്നത്. ബാക്കി വരുന്ന ലൈറ്റിന് മുഴുവനും ഈ പറയുന്ന ലെഡ് പ്ലേറ്റ്, അത് ലെഡിന് ഭയങ്കര ഹൈ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് അത് കടത്തിവിടാതിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ലൈൻ പിന്നീട് ഒരു ഗോൾഡ് ഫോയിലൂടെയാണ് കടത്തിവിടുന്നത്. ഈ ആൽഫ പാർട്ടിക്കിൾസിന്റെ ഈ പറയുന്ന ബീം എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ഫോയിലൂടെ കടത്തിവിടുന്നു. ഈ ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് വളരെ കുറവാണ്, 100 നാനോമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. പിന്നെ ഒരു ഡിറ്റക്ടറും വെക്കുന്നു, ഒരു സിങ്ക് സൾഫൈഡ് ഡിറ്റക്ടറും സർക്കുലർ ആയിട്ട് വെക്കുന്നു. ഇനി നമ്മൾ ജെ തോംസന്റെ മോഡലിലേക്ക് പോകാം. ജെ തോംസന്റെ മോഡൽ പ്രകാരം ആയിരുന്നു ആറ്റം എങ്കിൽ ഈ ഗോൾഡ് ഫോയിലിൽ ഗോൾഡ് ആറ്റംസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ ഗോൾഡിൽ ഉള്ള ആറ്റംസിൽ എല്ലാം തന്നെ മാസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം പോസിറ്റീവ് ചാർജുമാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ പറയുന്ന
ഈ ആൽഫ പാർട്ടിക്കിൾ, പോസിറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിൾ പോയിട്ട് അവിടെ പോയി ഹിറ്റ് ചെയ്ത് മുഴുവനായിട്ടും ഡിഫ്ലക്ട് ചെയ്ത് വരണം. കാരണം മാസ്, പോസിറ്റീവ് ചാർജ് എന്ന് മാസും അതിനോടൊപ്പം പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള, റദർഫോർഡ് കണ്ടെത്തിയിട്ടുള്ള ഒബ്സർവേഷൻ വളരെ വിപരീതമായിരുന്നു, അതിശയിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നു, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും നേരെ പോയി ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ പോയിട്ട് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. യാതൊരു ഡീവിയേഷനും ഇല്ല. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ചെറിയ ഡീവിയേഷനൊക്കെ നടത്തിയിട്ട് പോയി. വളരെ 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 കുറച്ച്, 20,000-1 എന്നൊക്കെ പറയുന്ന ഒരു സംഖ്യ മാത്രം നേരെ പോയിട്ട് തിരിച്ചു വന്നു. അതായത് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് യൂണിഫോം ആയിട്ട് അല്ല. ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് അതിന്റെ മാസും അടങ്ങിയിട്ടുള്ളത് വളരെ ചെറിയ ഒരു സ്പേസിൽ മാത്രമാണ് എന്നുള്ളതായിരുന്നു റദർഫോർഡിന്റെ കണ്ടെത്തൽ. അതല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ ഡിഫ്ലക്ഷൻ വളരെയധികം കൂടി തന്നെ. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു ഡിഫ്ലക്ഷനും വലിയ ഡിഫ്ലക്ഷൻ ഒന്നും കാണാൻ കഴിയില്ല. ഒരു ആറ്റത്തിന്റെ കൂടുതൽ സ്പേസും ഫ്രീ ആണ് എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ ഹീലിയം പാർട്ടിക്കിൾ കടന്നു പോകത്തക്ക രീതിയിൽ അത് ഫ്രീ ആണ് എന്ന് കാണാൻ കഴിഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ഫ്രം ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇത് വലിയൊരു ഡിസ്കവറിയാണ്. ഇതിൽ നിന്നും അദ്ദേഹം എന്താണ് കൺക്ലൂഡ് ചെയ്തത്? ആറ്റത്തിൽ പോസിറ്റീവ് ചാർജും അതിന്റെ മാസും വളരെ ചെറിയ ഒരു സ്പേസിൽ ആണ് ഉള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ ഒരു വില്ലേജ്, ഒരു 5 കിലോമീറ്റർ ചുറ്റളവുള്ള റേഡിയസ് ഉള്ള ഒരു വില്ലേജ് ആണ് നിങ്ങളുടേതെങ്കിൽ ആ വില്ലേജിന്റെ സെൻട്രൽ നിങ്ങളൊരു ക്രിക്കറ്റ് ബോൾ വെച്ചു എന്ന് വിചാരിക്കുക. ആ ക്രിക്കറ്റ് ബോളിലാണ് ആ വില്ലേജിന്റെ മുഴുവൻ മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും ഉള്ളത്. നെഗറ്റീവ് ചാർജൊക്കെ ഒക്കുപ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് വില്ലേജിന്റെ മറ്റു ഭാഗങ്ങളിൽ. പ്രത്യേകിച്ച് മാസമൊന്നുമില്ല, വളരെ 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 ചെറിയൊരു മാസ് മാത്രമേ അതിനുള്ളൂ. റദർഫോർഡ് നേരത്തെ തന്നെ ജെ തോംസൺ ആറ്റത്തിന്റെ സൈസ് ഏതാണ്ട് 10⁻⁻10 മീറ്റർ, അതായത് ആംസ്ട്രോങ് ലെവലിലാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. റദർഫോർഡും പറഞ്ഞു വെക്കുന്നത് ഏതാണ്ട് ഇതേ സൈസ് തന്നെയാണ്. അത് മാത്രമല്ല ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. നേരത്തെയുള്ളത് 10⁻⁻10 മീറ്റർ ആണ് ആറ്റത്തിന്റെ സൈസ്. പക്ഷേ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 മീറ്റർ ആണ്. എപ്പോഴാണ് 10⁻10 10⁻15 തമ്മിലുള്ള വ്യത്യാസം? 10⁻5. അതായത് ന്യൂക്ലിയസിന്റെ വലുപ്പം എന്ന് പറയുന്നത് 1/10⁻5 മാത്രമാണ്. ഈ ഒരു ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് റദർഫോർഡ് ന്യൂക്ലിയസ് മാത്രമല്ല ആറ്റത്തിന് തന്നെ ഒരു പുതിയൊരു മോഡൽ പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് സോളാർ സിസ്റ്റത്തിനോട് സിമിലർ ആയ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സെന്ററിലാണ്. ആ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതും ന്യൂക്ലിയസിലാണ്. ഇത്രയും റദർഫോർഡ് പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നീട് റദർഫോർഡ് പറഞ്ഞത് ഇലക്ട്രോൺസുകൾ അത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഈ സോളാർ സിസ്റ്റത്തിൽ എർത്ത് മാസ് ഒക്കെ ഇങ്ങനെ സൂര്യനെ ചുറ്റുന്നത് പോലെ ന്യൂക്ലിയസിനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓർബിറ്റുകളിലാണ്, അതിന് ഓർബിറ്റ് എന്നാണ് പറയുക. ഈ ഒരു വലയത്തിനെ ഓർബിറ്റ് എന്നാണ് റദർഫോർഡ് വിളിച്ചത്. ഈ ഓർബിറ്റുകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്നും റദർഫോർഡ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിങ്ങനെ അങ്ങനെ ഒരു സർക്കുലർ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത്. പക്ഷേ അന്നത്തെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചുകൊണ്ട് തന്നെ, ഫിസിക്സിലെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചുകൊണ്ട് തന്നെ ഈ മോഡൽ പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം സോളാർ സിസ്റ്റത്തിൽ എർത്തും മാസും ഒക്കെ സൂര്യനെ ചുറ്റുന്നു, ശരി തന്നെയാണ്. പക്ഷേ സൂര്യനോ എർത്തോ മാസോ ഒന്നും തന്നെ ചാർജ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. എന്നാൽ വരുമ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഒരു നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സർക്കുലാർ മോഷൻ നടത്തുമ്പോൾ ഈവൺ അതിന്റെ സ്പീഡൊക്കെ ആൾമോസ്റ്റ് സെയിം ആണെങ്കിലും അതിനൊരു ആക്സിലറേഷൻ അനുഭവപ്പെടും. ഇങ്ങനെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ സർക്കുലാർ മോഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറെ റേഡിയേഷൻ എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ
അങ്ങനെ അതിൻ്റെ സർക്കുലർ മോഷൻ എനർജി കുറഞ്ഞു വന്ന് അവസാനം ഇലക്ട്രോണുകൾ വന്ന് ന്യൂക്ലിയസിൽ കൊളാപ്സ് ചെയ്യുകയും അത് പഴയ ജെ തോംസൺ മോഡലിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ജെ തോംസൺ പറയുന്ന പോലെ ന്യൂക്ലിയസും ഇലക്ട്രോണുകളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോവുകയും ചെയ്യും. ഇതെങ്ങനെ റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റവും അത്ര ശരിയല്ല എന്ന് അതോടുകൂടി തെളിഞ്ഞു. ഇലക്ട്രോണിന്റെയും ന്യൂക്ലിയസിന്റെയും ഡിസ്കവറി എങ്ങനെയാണ് റദർഫോർഡ് ആറ്റം മോഡലിൽ വരെ എത്തിയത് എന്ന് നമ്മൾ കണ്ടു. റദർഫോർഡ് ആറ്റം മോഡൽ ഫെയിലിയർ ആയതും നമ്മൾ കണ്ടു. എങ്കിലും സയൻസ് അതിൻ്റെ ട്രൂ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഫാക്ട്സുകൾ പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലഘട്ടത്ത് ഒരുപാട് പുതിയ ഡിസ്കവറീസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത്തരം എല്ലാ ഡിസ്കവറികളുടെയും ഒരു ആകെത്തുകയായി ആറ്റം മോഡലുകൾ കൂടുതൽ നവീകരിക്കപ്പെട്ടു. ഇങ്ങനെ 2 അറ്റോമിക് മോഡലുകൾ കൂടി പുതിയതായിട്ട് വന്നു. അതിൽ ഒന്ന് ബോർ അറ്റോമിക് മോഡലും 2 ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റവുമാണ്. ഇതിൽ ബോർ അറ്റോമിക് മോഡൽ എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ വിശദമായി കാണാം. അതുവരേക്കും